എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഫ്രീക്വൻസി ടേബിൾ, അതായത് ആവൃത്തി പട്ടിക എങ്ങനെയാണ് തയ്യാറാക്കുക, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ആവൃത്തി പട്ടികയിലൂടെ, അതായത് ഫ്രീക്വൻസി ടേബിളിലൂടെ നമുക്ക് കിട്ടിയ വിവരങ്ങൾ. ഇപ്പം നമുക്ക് കുറേ വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടും അല്ലേ. ആ വിവരങ്ങളെ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക, അതല്ലെങ്കിൽ അതിനെ നമ്മൾ ചിത്രങ്ങളായി എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്കൊരു ഫ്രീക്വൻസി ടേബിൾ കാണാൻ പറ്റും അല്ലേ. ഇവിടെ ഒരു 50 കുടുംബങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. 50 ഫാമിലികൾ, മനസ്സിലായല്ലോ. അതിൽ നോക്കിയാൽ 0 മുതൽ 500 ലിറ്റർ വരെ 3 കുടുംബങ്ങൾ, 500 മുതൽ 1000 ലിറ്റർ വരെ 5 കുടുംബങ്ങൾ അല്ലേ. അങ്ങനെ മൊത്തം 50 വീടുകൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യണം? ഇതിന്റെ ഗ്രാഫ്, അതായത് ഇതിനെ നമുക്ക് ചിത്രമാക്കി മാറ്റണം, മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്തുനിന്ന് വെർട്ടിക്കലായിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കുക, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം വരച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിയാൽ ആദ്യം ഒരു ലൈൻ വരച്ചല്ലേ. ഇനി നോക്കിയാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വര ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, 2 വരകൾ വരച്ചു അല്ലേ. ഇനി നമുക്ക് ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് നോക്കിയാൽ 0 എന്ന് കൊടുക്കുക. ഈ പോയിന്റ് നമുക്ക് 0 എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വരയിൽ എന്താ ചെയ്യുന്നത്? ഇവിടെ എമൗണ്ട് ഓഫ് വാട്ടർ ഇല്ല, അതായത് വെള്ളത്തിന്റെ അളവ്. ഇപ്പൊ വെള്ളത്തിന്റെ അളവ് നോക്കിയാൽ 0 മുതൽ 500, 500 മുതൽ 1000, 1000 മുതൽ 1500, അങ്ങനെയല്ലേ. അപ്പൊ നമുക്ക് അതുപോലെ എന്ത് ചെയ്യാം? അതുപോലെ നമുക്ക് ഇവിടെ എഴുതണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ തുല്യ ഭാഗങ്ങളാക്കാം. അതായത് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ബുക്കിൽ ഒരേ സെന്റിമീറ്റർ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഗ്രാഫ് പേപ്പറിൽ എളുപ്പം വരയ്ക്കാൻ പറ്റും. ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യുക? നമ്മൾ നോട്ട്ബുക്കിൽ തന്നെ ഇതേപോലെ വരച്ചിട്ട് 1 സെന്റിമീറ്റർ വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ പോയിന്റ് മാർക്ക് ചെയ്ത് നമുക്ക് നോക്കിയാൽ 500, 1000, 1500, 2000 അല്ലേ. അപ്പൊ ഇതേ രൂപത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതിപ്പോ. ഇവിടെ ഇപ്പൊ നോക്കിയാൽ ആദ്യം നമുക്കിവിടെ 500, ഇവിടെ 1000, ഈ പോയിന്റ് 1500, ഇവിടെ നമുക്ക് 2000, ഇവിടെ നമുക്ക് 2500, ഇത് ഈ പോയിന്റ് 3000 അല്ലെ. ഏതുവരെ എഴുതണം? നമുക്ക് അവസാനം നോക്കിയാൽ 3500 വരെയാണ് അല്ലെ. അപ്പൊ നമുക്ക് 3500 വരെ എഴുതാം. ഈ പോയിന്റ് 3500 ഈ പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇവിടെ ചെയ്ത പോലെ തന്നെ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇവിടെ നമ്മൾ 1 സെന്റിമീറ്റർ എടുത്തത്, അതേ 1 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെയും നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ മാർക്ക് ചെയ്തു അല്ലേ. ഇനി നോക്കിയേ, നമുക്ക് ഇവിടെ നോക്കിയേ 0 to 500 3 ഉണ്ട് അല്ലേ. അങ്ങനെ നമുക്ക് മാക്സിമം ഏതാ വരുന്നത്? 14 വരുന്നത് അല്ലേ. ഏറ്റവും കൂടുതൽ 14. അപ്പൊ നമുക്ക് 14 വരെ ഇവിടെ എഴുതണം. അപ്പൊ നമുക്ക് 1, 2, 3, 4 എന്ന് എഴുതാണെങ്കിൽ നോക്കിയാൽ കുറെ അങ്ങോട്ട് വേണ്ടി വരും അല്ലേ. 1, 2, 3, 4, 5, 6. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഓരോന്നും 2, 4, 6, 8 അങ്ങനെ എഴുതിയാൽ മതി, മനസ്സിലായില്ലേ. അല്ലെങ്കിൽ നമ്മൾ 14 വരെ എഴുതണം അല്ലേ. അപ്പൊ കുറഞ്ഞും കൂടി ഹൈറ്റ് കൂടും. അപ്പൊ നമുക്ക് നോട്ട്ബുക്കിൽ ബുദ്ധിമുട്ടാവും. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 2, ഇവിടെ മാക്സിമം നമുക്ക് 14 അല്ലേ ഉള്ളത്. അപ്പൊ 2, 4, 6, 8 എന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നോക്കിയാൽ 2 എന്ന് എഴുതി, 4, 6, 8, 10, 12, 14, മനസ്സിലായില്ലേ. ഇതേ രൂപത്തിൽ എഴുതാം. ഇനി ഇവിടെ എന്ത് എഴുതാം? നമുക്ക് എമൗണ്ട് ഓഫ് വാട്ടർ അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എമൗണ്ട് ഓഫ് വാട്ടർ അതായത് വെള്ളത്തിന്റെ അളവ് എന്ന് എഴുതാം. ഇനി ഇവിടെ എന്ത് എഴുതണം? നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് അല്ലെ, അതായത് കുടുംബങ്ങളുടെ എണ്ണം. ഇവിടെ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്, കുടുംബങ്ങളുടെ എണ്ണം. ഓക്കെ, ഇനി നോക്കിയാൽ 0 to 500 വളരെ എളുപ്പമാണ്. 0 to 500 അല്ലെ. 0 മുതൽ 500 എത്ര വീടുകളുണ്ട്? 3 വീടുകളുണ്ട് അല്ലെ. അപ്പൊ 0 മുതൽ 500 ലിറ്റർ വരെ ഉപയോഗിക്കുന്ന 3 വീടുകളാണ്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇത് 2 ആണ്, ഇത് 4 ആണ് അല്ലെ. ഈ പോയിന്റ് 4 ആണ്. അപ്പൊ 3 വീട് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഇതിന്റെ 2ന്റെയും 4ന്റെയും മധ്യത്തിൽ അല്ലെ. അപ്പൊ ഇതാണ് 3 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ ഒരു വര അങ്ങോട്ട് വരയ്ക്കാം, സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം, മനസ്സിലായില്ലേ. എന്നിട്ട് ഈ 500 ഉണ്ടല്ലോ, ഇവിടെ നീ വരണം ഇങ്ങോട്ട് മുട്ടിച്ചു കൊടുക്കുക. കണ്ടോ? അപ്പൊ 500 നിന്ന് ഇങ്ങോട്ട് വരച്ചിട്ട് ഇവിടെ 3 അല്ലേ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുട്ടിച്ചു. ഇതാണ്. അപ്പൊ 0 to 500 എത്ര വീടുകളുണ്ട്? 3 വീടുകളുണ്ട്. കണ്ടോ? വളരെ എളുപ്പം കഴിയും. ഇനി 500 to 1000 എത്ര വീടുണ്ട്? 5 വീട് അല്ലെ. അപ്പൊ 500 to 1000 ഇത്ര. അപ്പൊ 500 നിന്ന് ഇങ്ങനെ പൊക്കിയിട്ട് എത്ര വേണം? 5 വീടാണ് അല്ലെ. 5 വീട്. അപ്പൊ 5 എവിടെയാണ്? ഇവിടെ 4, ഇവിടെ 6. അപ്പൊ 5 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മധ്യാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ വരനെ ഇത്ര വരെ നീട്ടി കൊടുക്കാം. ഇത്ര വരെ നീട്ടി അല്ലെ, 5 വരെ നീട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ വരയും നമുക്ക് അതേപോലെ അത്ര നീളത്തിൽ തന്നെ നീട്ടി കൊടുക്കുക. കേട്ടോ? 1000 നിന്ന് അത്ര നീട്ടി എന്ത് ചെയ്യാം? ഇപ്പൊ തമ്മിൽ കൂട്ടിമുട്ടിക്കതേ. അപ്പോൾ 500 മുതൽ 1000 വരെ 5 വീടുകൾ. ഇന്നൊക്കെ 1000 മുതൽ 1500 വരെ 7 വീടുകൾ അല്ലെ. അപ്പൊ 1000, 1500, 7 വീടാണ്. അപ്പൊ 7 എന്ന് പറഞ്ഞാൽ 6, 8 അല്ലെ. അപ്പൊ ഇവിടെയാണ് പോയിന്റ് നോക്കിയാൽ. അപ്പൊ ഇതുവരെ ഇതിനങ്ങോട്ട് നീട്ടി കൊടുക്കുക. പിന്നെ അതുപോലെ ഇതിനെ അവിടേക്ക് നീട്ടുക. ഇവ തമ്മിൽ കൂട്ടിമുട്ടിക്കുക. കണ്ടില്ലേ?
7 വീട് കൃത്യമായിട്ട് കണ്ടല്ലോ. ഇനി നോക്കിയാൽ 1500 മുതൽ 2000 വരെ എത്ര വീട്? 10 വീടല്ലേ. അപ്പോൾ 1500 ഇത് ഇങ്ങനെ പോയിട്ട് 10 വീടാണ് ഇത് ഇവിടെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഇവിടം വരെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നീട്ടുക. അതിനുശേഷം ഈ 2000 ഇങ്ങോട്ട് നീട്ടുക. ഇവിടെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുക. കണ്ടില്ലേ? ഇനി നോക്കിയേ 2000 മുതൽ 2500 വരെ എത്രയാണ്? 14 വീടുണ്ടല്ലേ. അപ്പോൾ 14 വീട് നോക്കിയാൽ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ 14. അപ്പോൾ ഇത്ര വരെയും ഇതിനെ നീട്ടി കൊടുക്കുക. അതുപോലെ ഇവിടെ നിന്ന് എത്ര വരെ നീട്ടുക, ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞല്ലേ. ഇനി നോക്കിയാൽ 2500 മുതൽ 3000 വരെ എത്ര വീടാണ്? 8 വീടല്ലേ. അപ്പോൾ 8 എവിടെയാണുള്ളത്? ഇത് 8 അല്ലേ. ഇവിടെയാണ് 8. അപ്പോൾ ഇവിടം വരെ അല്ലേ. നമുക്ക് ഇവിടം വരെ മതി. 8 ഇവിടെ അല്ലേ. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്ര വരെ മതി അല്ലേ. അപ്പോൾ ഈ 3000 ഇവിടം വരെ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, കണ്ടില്ലേ? 8 അല്ലേ. ഇനി നോക്കിയാൽ 3000 മുതൽ 3500 വരെ എത്ര വീടാണ്? 3 വീട് അല്ലേ. അപ്പോൾ 3 ഇവിടെ എടുക്കണം. ഇവിടെ 2 ഇവിടെ 3 അല്ലേ. ഇതല്ലേ 3. അപ്പോൾ നമുക്ക് ഇത്ര മതി, ഇത്ര മതി. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ യോജിപ്പിക്കാം. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇത് വളരെ എളുപ്പമല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ പേരാണ് ഹിസ്റ്റോഗ്രാം, അതായത് ആവൃത്തി ചതുരം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 210 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് ആദ്യം ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ദി ടേബിൾ ഷോസ് ദി ടൈംസ് 30 ചിൽഡ്രൻ ടുക്ക് ടു കംപ്ലീറ്റ് എ ലോങ് ഡിസ്റ്റൻസ് റൈസ്. ഡ്രോ എ ഹിസ്റ്റോഗ്രാം ഓഫ് ദിസ്. ഇവിടെ നോക്കിയാൽ ഒരു ദീർഘദൂര ഓട്ട മത്സരം, അതിൽ ഓടി എത്താൻ 30 കുട്ടികൾക്ക് എടുത്ത സമയമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. 10 മുതൽ 13 സെക്കൻഡ് വരെ 3 കുട്ടികൾ എടുത്തു. അപ്പോൾ അങ്ങനെ നമുക്ക് ടൈം തന്നിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്രോ എ ഹിസ്റ്റോഗ്രാം ഓഫ് ദിസ്. ഇതിന്റെ ഒരു ആവൃത്തി ചതുരം വരയ്ക്കണം അല്ലേ. അപ്പോൾ അത് വളരെ എളുപ്പമാണ്, നമുക്ക് മനസ്സിലായാലും. ഇപ്പം നമ്മൾ ഒരെണ്ണം വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക, അതിനുശേഷം ഒരു വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ വരയ്ക്കുക അല്ലേ. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഒരേ സെന്റിമീറ്റർ, ഇപ്പോൾ നോട്ട്ബുക്ക് ആണെങ്കിൽ ഒരേ സെന്റിമീറ്റർ നമ്മൾ മാറിയിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഇവിടെയും അതേപോലെ അടയാളപ്പെടുത്താം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിയാൽ ഇതാണ് നമ്മുടെ 0, രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് 0 അല്ലേ. ഇവിടെ നമ്മൾ എന്താണ് എഴുതുക? ഇവിടെ നമ്മുടെ ടൈം ആണ് അല്ലേ, ടൈം. അപ്പോൾ ഇവിടെ നമുക്ക് ടൈമാണ്, ഇവിടെ ടൈം, ഇവിടെ എന്താണ്? നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ചിൽഡ്രൻ എഴുതാം. അപ്പോൾ ഇത് നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലേ. ഇനി നോക്കിയാൽ ഇവിടെ നമ്മൾ ടൈമാണ് എഴുതാൻ പോകുന്നത്. ടൈം നോക്കിയാൽ 10 മുതൽ 13, പിന്നെ 13, 16, 16, 19, 19, 22, 22, 25 അല്ലേ. അപ്പോൾ നമുക്ക് 0 കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിൽ എന്ത് എഴുതാൻ പറ്റും? ഇവിടെ നമുക്ക് നോക്കിയാൽ ആദ്യം 10 മുതലല്ലേ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് 10 എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ 10, 13 അങ്ങനെ എഴുതി പോയാൽ മതി. 10, 13, പിന്നെ 16, 19, 22, 25 അല്ലേ. 10, 13, 16, 19, 22, 25 അല്ലേ. 25 വരെ എഴുതണം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നമ്മൾ എഴുതി. ഇനി നോക്കിയാൽ ഇവിടെ അല്ലേ, ഇവിടെ മാക്സിമം എത്ര വരുന്നുണ്ട്? 12 വരെ വരുന്നുണ്ട് അല്ലേ, 12 വരെ. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ ഒന്നുകിൽ എങ്ങനെ എഴുതാം? നമുക്ക് നോട്ട്ബുക്കിൽ സ്പേസ് ഉണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6 അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ 2, 4, 6, 8, 10, 12 അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അത് നിങ്ങൾ സൗകര്യത്തിനനുസരിച്ച് എഴുതാം. ഇപ്പോൾ മുകളിൽ സ്ഥലം ഉണ്ടെങ്കിൽ എന്ത് എഴുതാം? 1, 2 അങ്ങനെ എഴുതാൻ മതി. മനസ്സിലായില്ല? അല്ലെങ്കിൽ നമുക്ക് 2, 4, 6, 8 അങ്ങനെ എഴുതാനും മതി. അപ്പോൾ ഞാനിവിടെ സ്ഥലം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഞാൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഈ പോയിന്റ് 12. മനസ്സിലായില്ല? അതല്ലെങ്കിൽ നിങ്ങൾ 2, 4, 6, 8 അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് 10 മുതൽ 13 സെക്കൻഡ് വരെ എത്ര? 3 കുട്ടികൾ എടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 10 മുതൽ 13 വരെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൽ എത്രയാണ്? 0 to 500 ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ മുട്ടി വന്നു അല്ലേ. ഇവിടെ അങ്ങനെ മുട്ടി വല്ല 10 മുതൽ 13 വരെയാണ്. അപ്പോൾ ഇവിടെ 10 കണ്ട 13 ഇവിടെ. അപ്പോൾ എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികൾ. ഇവിടെ നോക്കിയാൽ 3 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അല്ലേ, 3 കുട്ടികൾ. അപ്പോൾ ഇവിടെ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു. ഇങ്ങനത്തെ എന്ത് ചെയ്യുക? ഈ 10ൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. മനസ്സിലായല്ലോ? അതേപോലെ 13ൽ നിന്നും അതേ ഒരു ഹൈറ്റിൽ ലൈൻ വരച്ചിട്ട് ഇവ തമ്മിൽ കൂട്ടി മുട്ടിക്കുക. ഇത്രയേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ 10 ഇവിടെ 3 ആണ്. അതുകൊണ്ട് നമ്മൾ നോക്കിയാൽ 10ന്റെ 3 വരെ വരച്ചു. 13ൽ നിന്നല്ലേ. അപ്പോൾ 10 മുതൽ 13 വരെ എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികൾ അല്ലേ. അപ്പോൾ നിങ്ങൾ 2, 4, 6, 8 നിങ്ങൾ എഴുതി അങ്ങനെയാണ് എഴുതിയെന്ന് വെച്ചാൽ നോക്കിയാൽ ഇവിടെ വയ്ക്കാം. ഇപ്പം നിങ്ങൾ 2, 4 അങ്ങനെ മാർക്ക് ചെയ്യുക ആണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് 3 കുട്ടികൾ അല്ലേ. അപ്പോൾ 3 കുട്ടികൾ എവിടെ വരും? ഈ 2ന്റെ 4ന്റെ ഇടയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഗ്രാഫ് വരാം. എങ്ങനെ? ഇങ്ങനെ കണ്ട ഇതേ രൂപത്തിലേക്കും ഗ്രാഫ് വരാം. ഞാനിവിടെ 3 എഴുതിയോണ്ട് 3, അതല്ലേ നിങ്ങൾ ഇതേ 2, 4 മാർക്ക് ചെയ്തവർ ഇതേ രൂപത്തിൽ ചെയ്യാം. കണ്ട 2ന്റെ 4ന്റെ ഇടയിൽ 3. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നോക്കിയാൽ 13 മുതൽ 16 വരെ. അപ്പോൾ 13 മുതൽ 16 വരെ എത്ര കുട്ടികൾ? 5 കുട്ടികൾ അല്ലേ. അപ്പോൾ നോക്കിയാൽ 5 എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ലൈന് നമുക്ക് ഇവിടം വരെ നീട്ടി കൊടുക്കുക. അതിനുശേഷം ഈ 16 എന്നുള്ളതും അവിടം വരാൻ തന്നെ നീട്ടുക. എന്നിട്ട് അവ തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ കണ്ടില്ലേ?
ഇങ്ങോട്ട് വരച്ചു ദേ ഈ 16 അപ്പോൾ 13 മുതൽ 16 വരെ എത്ര കുട്ടികൾ? 5 കുട്ടികൾ. കണ്ട 5. ഇനി നോക്കിയാൽ 16 മുതൽ 19 വരെ 12 കുട്ടികൾ. 16 മുതൽ 19 വരെ എത്ര കുട്ടികൾ? 12 കുട്ടികൾ അല്ലേ. അപ്പോൾ നോക്കിയാൽ 12 അവിടെ എടുക്കുന്നത് ഇവിടെയാണ് അല്ലേ, ഏറ്റവും അറ്റത്താണ് എൻ്റെ 12 എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ അറ്റം വരെ ഞാനിങ്ങനെ നീട്ടണം. അതേപോലെ ഈ ലൈനും ഇതുപോലെ നീട്ടാം, ഇവ തമ്മിൽ യോജിപ്പിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത് നോക്കിയാൽ 19 മുതൽ 22 അല്ലേ. 19 മുതൽ 22 എത്ര കുട്ടികളുണ്ട്? 8 കുട്ടികൾ അല്ലേ. 19 മുതൽ 22 8 കുട്ടികൾ. അപ്പോൾ 8 അവിടെ കിടക്കുന്നത് ഇവിടെയാണ് 8 അല്ലേ. അപ്പോൾ ഈ പോയിന്റ് കണ്ട 8ന്റെ പോയിന്റ് ഇതാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ ഇവിടം വരെ ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? 22ന്റെ വരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടം വരെ വരച്ചിട്ട് ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നോക്കിയാൽ 22 മുതൽ 25 വരെ എത്രയാണ്? 2 കുട്ടികളാണ് അല്ലേ. അപ്പോൾ 2 കുട്ടികൾക്ക് ഇവിടെ 2, അപ്പോൾ ഇവിടം വരെ മതി അല്ലേ. ഇതാണ് 2 കുട്ടികൾ. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കേണ്ട വിധം മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിൽക്കാൻ സ്പേസ് ഇല്ലെങ്കിൽ 2, 4 അങ്ങനെ തന്നെ എഴുതിയാൽ മതി. മനസ്സിലായില്ല? നിങ്ങൾക്ക് 12 സെന്റിമീറ്റർ എടുക്കുക ബുദ്ധിമുട്ടാവും. അങ്ങനെയാണെങ്കിൽ 2, 4, 6 ആ രൂപത്തിൽ മാത്രം എഴുതിയിട്ട് നിങ്ങൾ ഇതേ രൂപത്തിൽ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ 5 വരാണെങ്കിൽ ഇതിൻ്റെ നടുവിലായിരിക്കും അല്ലേ. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ദി ടേബിൾ ഷോസ് ദി ഡെയിലി ഇൻകം ഓഫ് 60 ഹൗസ് ഹോൾഡ്സ് ഇൻ എ ലൊക്കാലിറ്റി അല്ലേ. അതായത് ഒരു പ്രദേശത്തെ 60 കുടുംബങ്ങളുടെ 60 വീട്ടുകാരുടെ ദിവസ വരുമാനത്തിന്റെ ടേബിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഹിസ്റ്റോഗ്രാം അല്ലെ. ഇതിന്റെ ഹിസ്റ്റോഗ്രാം നമുക്ക് വരയ്ക്കണം. അപ്പൊ നമ്മൾ നോക്കിയാൽ വരയ്ക്കാൻ എളുപ്പം മനസ്സിലായല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചു, ഇങ്ങനെ ഒരു വര വെച്ചു. ഇവ നമ്മൾ തുല്യമായിട്ട് അല്ലെ ഒരേ സെന്റിമീറ്റർ വെച്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇത് നോക്കിയാൽ ഇവിടെ അല്ലെ, ഇവിടെ നമ്മൾ ഏതാ ചെയ്യേണ്ടത്? ഇൻകം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഇൻകം ആണ് നമ്മൾ ഇവിടെ കൊടുക്കുക. ഇൻകം. ഇതിലാണെങ്കിലോ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് അല്ലെ. ഇനി എന്ത് വേണം നോക്കിയാൽ ഇവിടെ ഏറ്റവും കുറവ് എത്രയാണ്? 800 തുടങ്ങുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ 0 കഴിഞ്ഞിട്ട് 800 കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പം 800 മതി. 800 തുടങ്ങി. അപ്പം 800, 850. അപ്പം അങ്ങനെ എത്ര വരെ എഴുതണം? 1100 വരെ എഴുതാം അല്ലേ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ എന്ത് വേണം? ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എത്ര? 20 ആണ് അല്ലേ. അപ്പോൾ 20 എന്ന് പറയുമ്പോൾ നമുക്ക് 1, 2, 3, 4 അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 2, 4, 6, 8 അല്ലേ. അപ്പോൾ 2, 4, 6, 8 അങ്ങനെ നമുക്ക് 20 വരെ എഴുതാം. അപ്പോൾ നമ്മൾക്ക് 20 വരെ എഴുതി അല്ലേ. 2, 4, 6, 8 അങ്ങനെ നമ്മൾ 20 വരെ എഴുതി. ഇനി നോക്കിയേ, ഇനി 800 മുതൽ 850 വരെ. അപ്പോൾ ഇതാണ് 800ന്റെ പോയിന്റ് അല്ലേ. 800 മുതൽ 850 വരെ എത്രയാണ്? 3 പേർക്ക് അല്ലെ, 3 കുടുംബങ്ങൾ. അപ്പോൾ നോക്കിയാൽ 3 എന്ന് പറയുമ്പോൾ 2നും 4നും ഇടയിൽ വരും അല്ലേ. അപ്പോൾ ഇതാണ് 3. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടം വരെ. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടം വരെ യോജിപ്പിക്കാം. അത്ര തന്നെ ഇതിനെ കൊണ്ടുപോയിട്ട് ഇത് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാം. മനസ്സിലായില്ല? അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ 2ന്റെയും 4ന്റെയും ഇടയിലായിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി നോക്കിയാൽ 850 മുതൽ 900 വരെ 7 വീട് അല്ലേ. അപ്പോൾ 850, 900 ഇവിടെ എത്ര വേണം? 7 എന്ന് പറയുമ്പോൾ ഇത് 6, 8 അല്ലേ. അപ്പോൾ അതിന്റെ മധ്യത്തിൽ അല്ലേ. അപ്പോൾ ഇത്ര വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ലൈൻ എന്ത് ചെയ്യാം? ഇവിടം വരെ കൊണ്ടുവരാം അല്ലേ. അതേപോലെ ഈ ഇവിടെ നിന്ന് നമ്മൾ അവിടം വരെ കൊണ്ടുവരാം. എന്നിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നോക്കിയാൽ 900 മുതൽ 950 എത്ര? 15 വീട് അല്ലേ. അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 14, 15 16നും 14നും ഇടയിലാണ് അല്ലേ. അപ്പോൾ 15 കറക്റ്റായിട്ട് നമ്മൾ എടുക്കുക. എടുത്തിട്ട് എന്ത് ചെയ്യാം? ഈ ലൈനിൽ അത്ര വരെ നീട്ടി കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് നീട്ടിയിട്ട് 950നെ അതേ ഹൈറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നോക്കിയാൽ 950 മുതൽ 1000 വരെ അല്ലേ. എത്ര വീടുണ്ട്? 20 വീടുണ്ട് അല്ലേ. അപ്പോൾ 950 മുതൽ 1000 വരെ 20 വീട്. 20 എവിടെയാണ്? ഇവിടെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്ര നമ്മളിതിനെ നീട്ടി കൊടുക്കുക. അതുപോലെ ഇതിനെ ഇങ്ങോട്ട് നീട്ടിയിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ അല്ലേ, അത് കഴിഞ്ഞു. ഇനി നോക്കിയാൽ 1000 മുതൽ 1050 വരെ എത്ര? 9 വീട്. 9 എവിടെ നിൽക്കുന്നത്? 8നും 10നും ഇടയിൽ അല്ലേ. ഇവിടെയാണ് 9 വരെ. അപ്പോൾ ഈ പോയിന്റ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നോക്കിയാൽ 1050 മുതൽ 1100 അല്ലേ. 1050, 1100 എത്ര വീടുണ്ട്? 6 വീടല്ലേ ഉള്ളൂ. അപ്പോൾ 6 എന്ന് വെച്ചാൽ ഇത് അല്ലേ. അപ്പോൾ 6 വീട് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ പൊക്കിയിട്ട് ഇങ്ങനെ യോജിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നോക്കിയാൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റിയ കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.